രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദങ്ങൾക്കിടെ CPM-ന് മുന്നറിയിപ്പുമായി പ്രതിപക്ഷ നേതാവ്. കേരളം ഞെട്ടിപ്പോകുന്ന വാർത്ത ഉടൻ വരാനുണ്ട് എന്ന് VD സതീശൻ. CPIM അധികം കളിക്കേണ്ടെന്നും കാത്തിരിക്കണമെന്നും VD സതീശന്റെ മുന്നറിയിപ്പ്. CPM ഞാൻ എൻ്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ വിചാരിക്കണം. അധികം കളിക്കരുത് ഈ കാര്യത്തിൽ. ഞെട്ടിപ്പോവും. അല്ല വേണമെങ്കിൽ അങ്ങനെ എടുത്തോ. കേരളം ഞെട്ടിപ്പോവും. അതില്ല വരുന്നുണ്ട് ഇതുമായിട്ട്. അല്ല നോക്കിക്കും, വലിയ താമസമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതൊന്നും വൈകാറില്ലല്ലോ. CPM തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത്, ഈ വർഗീയത കളിക്കുന്നത്. അത് അവർക്ക് ബോധ്യമായിക്കോളും. ബംഗാളിൽ സംഭവിച്ചത് കേരളത്തിൽ BJPക്ക് CPM-ന് സംഭവിക്കും. CPM-ന് ഒരു ഭയവുമില്ല എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി. ബോംബുകൾ വീണുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. CPM-ൽ ഒരു ബോംബും വീഴാനില്ല. ബോംബെല്ലാം വീണുകൊണ്ടിരിക്കുന്നതും ഇനിയും വീഴാൻ പോകുന്നതും UDF-ലും കോൺഗ്രസിലും ഒക്കെയാണ്, പ്രത്യേകിച്ച് കോൺഗ്രസിലാണ്. കോൺഗ്രസ് പ്രസിഡന്റ് KPCC പ്രസിഡന്റ് താൽക്കാലികമായിട്ട് പറഞ്ഞു ഒഴിഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവും അതേപോലെ തന്നെ. ഇവരെല്ലാം ശക്തിയായിട്ട് 24 മണിക്കൂർ മുമ്പ് പറഞ്ഞത് രാജിവെപ്പിക്കുമെന്നാണ്. പക്ഷേ രാജിവെപ്പിക്കാൻ കൂട്ടാക്കുന്നില്ല. കാരണം രാഹുൽ മാക്കൂട്ടം അതിശക്തിയായ രീതിയിൽ ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. കാരണം ഇനി രാജി ഞാൻ വെക്കുകയാണെങ്കിൽ പല ആളുകളുടെയും മുഴുവൻ കഥയും പുറത്ത് പറയേണ്ടി വരുമെന്ന ഭീഷണിയിലാണ് യഥാർത്ഥത്തിൽ രാജി അവസാനിപ്പിച്ചത്, രാജി വേണ്ട തീരുമാനിച്ചത്. തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധവുമായി കൊണ്ടുവന്ന കാളയെ കളയരുത് എന്ന് BJP-യുടെ പ്രതിപക്ഷ നേതാവ്. ആ കാളയെ BJP ഓഫീസിന് മുന്നിൽ കെട്ടിയിടണം. രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് കാളയുമായി BJP പ്രവർത്തകരെ കൊണ്ട് താൻ പ്രകടനം നടത്തിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഒരു കാളയുമായിട്ട് കന്റോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി എല്ലാവരും. ആ കാളയെ കളയരുത്, അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം. ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും BJPക്ക്. ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാവും. കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. അവിടെ കാളയെ ഉപേക്ഷിക്കരുത്. ആ കാളയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ BJPക്കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഞാനൊരു പ്രകടനം നടത്തി. വെയിറ്റ് ചെയ്താൽ കാളയുമായി വരുന്നത് ഇപ്പോൾ തന്നെ ആയിക്കൂടെ എന്നായിരുന്നു BJP നേതാവ് V മുരളീധരന്റെ മറുപടി. എന്തിനാ ഇത് നാളെയാക്കുന്നത്? ഇപ്പം തന്നെ നടത്തിക്കൂടായിരുന്നു. ഇതിന് 2 ദിവസത്തേക്ക് മുന്നറിയിപ്പൊന്നും തരേണ്ട കാര്യമില്ല. അല്ല, ഇതുപോലത്തെ പ്രസ്താവനകൾ കൊണ്ടൊന്നും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ VD സതീശൻ വിചാരിച്ചാൽ സാധിക്കില്ല. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, നമ്മൾ ഈ വാർത്തകൾ വായിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ചിരി വരും. കാരണം എന്താണ്, കാളയെ കൊണ്ടുവന്നുകൂടെ, അതിനെ അവിടെ കെട്ട് ഇവിടെ കെട്ട്, വലിയ വാർത്ത, ബോംബ് വരാനുണ്ട്, വന്നാൽ വരട്ടെ. ആ നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുകയാണ് ഈ വിഷയത്തിന് പിന്നാലെ. എന്താണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് പറയുന്ന ഈ വലിയ വാർത്ത? അത് എന്ത് എന്നത് സംബന്ധിച്ച് കോൺഗ്രസ് കേന്ദ്രങ്ങൾക്കെങ്കിലും എന്തെങ്കിലും അറിയാമോ? വിജയകുമാർ, തെരഞ്ഞെടുപ്പ് വർഷമാണ്. ഇങ്ങനെ പല കാര്യങ്ങളും രാഷ്ട്രീയ മുന്നണികളുടെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ എതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ കോൺഗ്രസിനെയും UDF-നെയും വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. എന്നാൽ രാഹുൽ മാതൃകാപരമായ ഒരു നടപടി സ്വീകരിച്ചുകൊണ്ട് ആ വിവാദത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്ന UDF-ഉം കോൺഗ്രസും ഒരു പ്രത്യാക്രമണത്തിന് ശ്രമിക്കുന്നു എന്ന സൂചനയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. അതായത് കോൺഗ്രസും UDF-ഉം പ്രതിരോധത്തല്ല, മറിച്ച് ഒരു ആക്രമണ സ്വഭാവത്തിലേക്ക് മാറുന്നു. അങ്ങനെ ഒരു ആക്രമണത്തിൻ്റെ കുന്തമന കൂർപ്പിക്കുന്ന ഒരു പ്രതികരണമാണ് VD സതീശനിൽ നിന്ന് ഉണ്ടായത്. എന്നാൽ എന്താണ് കോൺഗ്രസിനും BJPക്കുമെതിരെ വർഷിക്കാൻ പോകുന്ന ബോംബ് എന്ന കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായ സൂചന കോൺഗ്രസിലെ മറ്റ് നേതാക്കൾക്കാർക്കുമില്ല. പ്രതിപക്ഷ നേതാവ് ഇത്തരം കാര്യങ്ങൾ നടത്തിയ പ്രതികരണത്തെക്കുറിച്ച് അവരും വളരെ ആകാംക്ഷയോടെ വീക്ഷിക്കുന്നുണ്ട്. എങ്കിൽ പോലും കോൺഗ്രസ് അണികളെ, ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളെ ഒന്ന് ഊർജ്ജസ്വലരാക്കി നിർത്താനും രാഷ്ട്രീയ മുന്നണി പ്രതിരോധത്തിൽ നിന്ന് മാറി ആക്രമണത്തിലേക്ക് നടത്താനുമുള്ള ഒരു ശ്രമം എന്ന നിലയ്ക്ക് വേണം സതീശൻ്റെ ഇപ്പോഴത്തെ പ്രതികരണങ്ങളെ കാണാൻ. എന്താണ് അതിൽ കാര്യത്തിൽ വളരെ കോൺക്രീറ്റായി സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും രാഷ്ട്രീയ അവനാടിയിൽ അസ്ത്രങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ രാഷ്ട്രീയ മുന്നണികൾ. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഈ ഓണത്തിൻ്റെ ആരംഭങ്ങൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കുന്നു. വാർഡുകളുടെ നറുക്കെടുപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ പിന്നീട് ക്യാമ്പയിനിലേക്ക് കേരളം മാറുമ്പോൾ ഇനിയുമേറെ വിവാദങ്ങൾ, ഇനിയുമേറെ ആരോപണങ്ങൾ, ഇനിയുമേറെ വലിയ ആകാംക്ഷ നടത്തുന്ന സംഭവങ്ങൾ നടക്കാനിരിക്കുന്നു. യെസ്,
ശ്രീജിത്ത്, നേരത്തെ ഇപ്പോൾ വി ഡി സതീശൻ സൂചിപ്പിച്ചതാണെങ്കിൽ അത്രയും നാളൊന്നും കാത്തിരിക്കേണ്ട, അദ്ദേഹം പ്രതികരിക്കുന്നതിൻ്റെ കൂടെ തെരഞ്ഞെടുപ്പ് വരെ പോകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, ഇത് അത്രയൊന്നും പോകില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ മുമ്പ് ഒരുപക്ഷെ ഓണക്കാലത്ത് തന്നെ എന്തോ ഒരു വലിയ വാർത്ത CPM-നെതിരെ വരാൻ പോകുന്നു എന്നൊരു മുന്നറിയിപ്പ്, അതൊരു ഭീഷണിയായിട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ എന്നൊക്കെ വി ഡി സതീശൻ പറയുന്നുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിരോധത്തിലായ കോൺഗ്രസ് നേതൃത്വം ഇന്ന് നമ്മൾ കാണുന്നത് അഗ്രസീവായി എന്തൊക്കെയോ വെച്ച് ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ ചില സൂചനകളാണ്. അല്പസമയം മുമ്പ് തിരുവനന്തപുരത്ത് ഒരു മാർച്ചും നമ്മൾ ആ സൂചന നൽകുന്നത് കണ്ടു. അപ്പോൾ രാഷ്ട്രീയ പ്രത്യാക്രമണത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുകയാണോ എന്ന സംശയമുണ്ട്. കാത്തിരിക്കാൻ നമുക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.